മുഖം മറച്ചാൽ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു നോട്ടീസ് പോലും തരുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് പറഞ്ഞല്ലോ. ഇതിനാണ് കോടതി പറയുകയും ചെയ്തു. കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആക്കി. ഇതിലെന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്ത്? ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ്. പതിനഞ്ചാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം സെപ്റ്റംബർ 15-ന് ആരംഭിച്ചു. ഈ നിയമസഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതിന്റെ റെക്കോർഡുള്ളത്. 4 തവണ സഭ നിർത്തിവെച്ച് ചർച്ചകൾ നടത്തി. 17 അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയങ്ങൾക്ക് വിഷയത്തിന്റെ ഗൗരവമനുസരിച്ച് അവതരണാനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. സർക്കാരിനെ ഒന്ന് വട്ടം കറക്കിയേക്കാമെന്ന് കരുതി കച്ചകിട്ടിയിറങ്ങിയ പ്രതിപക്ഷം നിക്കക്കള്ളിയില്ലാതെ ഓടുന്നതാണ് കേരളം കണ്ടത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുവെന്ന് പറയുന്നത് പോലെ കൊണ്ടുവന്ന പ്രമേയങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി. ചാനൽ മുറികളിലും മൈക്കിന് മുന്നിലും എന്തു കള്ളവും വിളിച്ചു പറയുന്നത് പോലെയല്ലല്ലോ സഭയിലെ കാര്യങ്ങൾ. ഭരണപക്ഷത്തിന് സുവർണാവസരമായിരുന്നു ഓരോ പ്രമേയങ്ങളും. പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണങ്ങളെ തെളിവ് സഹിതം തുറന്നുകാട്ടാനുള്ള അവസരമായി ചർച്ചകളെ ഭരണപക്ഷം ഉപയോഗപ്പെടുത്തിയെന്ന് വേണം പറയാൻ. പ്രതിപക്ഷത്തിന് നിക്കക്കള്ളിയില്ലാതായി. തുടർച്ചയായ തിരിച്ചടികളുടെ ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് കാണാം. പിന്നെ ഒരു വഴിയല്ലേയുള്ളൂ, അതുതന്നെ ആയുധമാക്കി ബഹളം. ചാനൽ ചർച്ചയ്ക്കിടെ BJP നേതാവ് പ്രിന്റു മഹാദേവ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയ സംഭവത്തിൽ ചർച്ച അനുവദിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ ബഹളവും ഇറങ്ങിപ്പോക്കും. അതിനുള്ള മറുപടി മന്ത്രി P. രാജീവ് തന്നെ പറയുന്നുണ്ട്. ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു BJP നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞ കേസാണ്. പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്തേ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല? അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി. ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ, നിയമസഭാ മര്യാദകളൊന്നും പാലിക്കാതെ ബഹളം. മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ബാനറുകൾ കൊണ്ട് സ്പീക്കറുടെ ഡയസ് മറച്ചു. ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരവേള അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. ഇത് ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണെന്ന് സ്പീക്കർ AN ഷംസീർ ആവർത്തിച്ചിട്ടും പ്രതിപക്ഷം നിർത്തിയില്ല. സർക്കാർ വിഷയം ചർച്ചയ്ക്കെടുത്താൽ ചെമ്പ് വെളിച്ചത്താകുമെന്ന് പേടിച്ചാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാതിരുന്നതെന്നും ചർച്ച ഒഴിവാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രിമാരായ MP രാജേഷും KN ബാലഗോപാലും പറഞ്ഞു. സർ, ഇവർക്ക് ഭയമാണ്. നോട്ടീസ് കൊടുത്താൽ സർക്കാർ എങ്ങാനും ചർച്ചയ്ക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചത്താവും കള്ളി വെളിച്ചത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം. ഇത്തരം ബാനർ കൊണ്ട് മറയ്ക്കാൻ പറ്റുന്നതാണ് സാർ ഈ നാട്ടിലെ സത്യസന്ധമായ കാര്യങ്ങൾ. പുറത്ത് RSSും BJPയും അകത്ത് കോൺഗ്രസും കൂടി നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള നാടകമാണ് സാർ. തൂവിത്തോപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവേണ്ടതാണ്. നോട്ടീസ് നൽകിയാൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ അറിയിച്ചിട്ടും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. ഈ പ്രഹസനങ്ങളെല്ലാം കേരളം കാണുന്നുണ്ടെന്ന് പ്രതിപക്ഷത്തിന് അറിയാഞ്ഞിട്ടാണോ? എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് UDFന്. അതിനുള്ള കള്ളക്കളികളെല്ലാം അവർ കളിക്കുന്നുമുണ്ട്. പക്ഷേ നിയമസഭയിലെ കാട്ടിക്കൂട്ടലുകളിൽ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ചർച്ചകളെ ഭയക്കുന്ന, നുണ മാത്രം പറയുന്ന നിങ്ങളെ ജനങ്ങൾ ഭരണം ഏൽപ്പിക്കുമെന്ന് ഇപ്പോഴും വ്യാമോഹിക്കുന്നുണ്ടോ?